ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കാതെ വരുന്നൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ വിജയപ്രതീക്ഷ കാണുന്നു. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ, നിങ്ങൾക്ക് ചില രോഗങ്ങളൊക്കെ പിടിപെടും. അത് മനസ്സങ്കടനത്തിന് ഇടവരുത്തും. നിങ്ങൾ സങ്കടം ആയിട്ട് മാറുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ആ രോഗം വരുത്തി വയ്ക്കുന്നതാണ്. ശാരീരിക അസ്വാസ്ഥ്യത്തെക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചില അപസ്വരങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കുടുംബ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാകുന്നതാണ്. ദമ്പതികൾക്കും ഇത് ബാധകമാണ്. ചില അത്തം നക്ഷത്രക്കാർ പുതിയ വീട് പണിയാനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ജീവിതത്തിലുണ്ടായിരുന്ന നിരാശാബോധമൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ദൈവിക കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങൾ അനാവശ്യമായിട്ട് അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. അത് വിനയായി മാറുന്നതാണ്. അങ്ങനത്തെ അവസ്ഥയുണ്ടെങ്കിൽ നയപരമായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരിക്കും ഇപ്പോഴത്തെ സമയത്തിൽ നല്ലത്. നിങ്ങൾക്ക് ജൂലൈ അവസാനമൊക്കെ ആകുമ്പോൾ സർവ്വകാര്യ വിജയം നേടാൻ സാധിക്കുന്നൊരു സമയമാണ്. നിങ്ങൾ ഉറ്റവരെയും സുഹൃത്തുക്കളെയും നിർദ്ദേശപ്രകാരം പ്രതികാര ബുദ്ധി പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഭാര്യ വീട്ടുകാരുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടായിരിക്കാം, മറ്റേതെങ്കിലും ബന്ധുക്കളുമായിട്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നിരിക്കാം. ചിലരുടെയൊക്കെ ഇടപെടൽ മൂലം നിങ്ങൾ ആ പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. നിങ്ങളുടെ ജോലിയിൽ പോലും അത് ബാധിക്കുന്നതാണ്. നിങ്ങൾ മുൻകോപമൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായിട്ട് കലിതുള്ളുന്നത് അല്ലെങ്കിൽ ചിലരുടെയൊക്കെ മുഖത്തടിച്ച പോലുള്ള സംസാര രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ദിശാബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ വ്യക്തമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്, ആയത് വിനയായി മാറും. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ബിസിനസ്മാന്മാർക്കൊക്കെ കാണുന്നുണ്ട്. അത്തം നക്ഷത്രക്കാരായ ബിസിനസ്മാന്മാർക്കൊക്കെ പുതിയ വ്യവസായ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള അവസരങ്ങൾ വന്നുവിടുന്നതാണ്. നിങ്ങൾക്ക് വിരോധികളൊക്കെ ധാരാളം ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കൾ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു കരുതൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാവം ഗുണകരമാണ്. സന്താനങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ തൊഴിലില്ലാത്ത സന്താനങ്ങൾക്കൊക്കെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോൾ മാറിക്കിട്ടുന്നതാണ്. ആഗസ്റ്റ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. ഇത്രയൊക്കെയാണ് അത്തം നക്ഷത്രക്കാരുടെ ഇപ്പോൾ പൊതുവായ ഫലം. ഇതിലെടുത്തു പറയേണ്ടത്, നിങ്ങളുടെ ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാണ്. നിരാശാബോധമൊക്കെ ജീവിതത്തിൽ മാറി വരുന്ന സമയമാണ്. പക്ഷേ എല്ലാ കാര്യവും എപ്പോഴും നന്നാകണമെന്നില്ല. അനാവശ്യമായിട്ട് കലിതുള്ളുന്ന പ്രവണതയൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചാൽ, സമചിത്തതയോടു കൂടിയൊക്കെ പെരുമാറിയാൽ, നയചാതുര്യമൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ട് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിഘ്നേശ്വര ഭഗവാന്റെ ഗണപതി ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ട് വിഘ്നേശ്വര പൂജകൾ ചെയ്യുക, വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർവ്വകാര്യ ലബ്ധി ലഭിക്കുന്നതാണ്. സർവ്വകാര്യ വിജയം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. കാരുണ്യത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യമാറാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.